ഒരുപാട് നീണ്ട ഇടവേളകൾക്ക് ശേഷം അല്ലേ? നീണ്ട ഇടവേളകളിൽ നമ്മൾ എത്ര കാലയളവ് എടുത്തു ഏകദേശം വീഡിയോ? 1.5 മാസം. 1.5 മാസം. 1.5 മാസം. നമ്മൾ ലാസ്റ്റ് വീട്ടിൽ നിന്നാ വന്നത്. ഐബക്കിനെ കാണാൻ പോണ അന്ന് കൊടുക്കണം. അതിനുശേഷം നമ്മൾ വീഡിയോ എടുത്തിട്ടില്ല അല്ലേ? അതിനുശേഷം നമ്മൾ വീഡിയോ എടുത്തിട്ടില്ല. എടുക്കാത്തത് കാരണം കൊണ്ടൊന്നല്ല, നമുക്കോ നമ്മളിതേതായ എല്ലാവർക്കും ഇപ്പോൾ ഓരോ സാഹചര്യം ആവില്ല. സാഹചര്യങ്ങൾ അനുസരിച്ച് നമ്മളും അങ്ങനെ നിൽക്കും. പിന്നെ പറഞ്ഞാൽ ഒരു വീഡിയോ എടുക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളത് നമ്മുടെ മക്കൾസാണ്. മക്കൾസ് ഭയങ്കര ബിസിയാണ്. സ്കൂള് മദ്രസയൊക്കെ പോയി ജോലിക്ക് തിരക്ക് അങ്ങനെ ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാൻ ആളുമില്ല. പിന്നെ ഞാൻ ഒറ്റയ്ക്ക് എന്തെടുക്കും അങ്ങനെയൊക്കെ ആയിട്ടാണ് ഞാൻ വീഡിയോസ് ഇടാതിരുന്നത്. വേറെ ഒന്നും കൊണ്ടല്ല. പിന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാമില് വാട്സപ്പിലൊക്കെ അറിയുന്നവർ ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, എന്താ നിങ്ങൾ വീഡിയോ ഇടാത്ത, ദിവസം വീഡിയോ ഇട്ടൂടെ, നിങ്ങളുടെ വിശേഷം എന്താണെന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പം നമുക്ക് സുഖമാണ്, നമുക്കൊരു കുഴപ്പമില്ല. ചില കാരണങ്ങൾ കൊണ്ടാണ് വീഡിയോ ഇടാതിരുന്നത്. പിന്നെ എന്താ ചോദിച്ചാൽ അപ്പം എല്ലാവർക്കും അറിയാലോ, എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഞങ്ങൾക്ക് സർപ്രൈസാണ്. വരാൻ കൊണ്ടുണ്ടായിരുന്നു ഉമ്മ, പക്ഷെ ഓൾറെഡി അവൻ്റെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. ഉമ്മ ഗൾഫിക്ക് പോണ സമയത്ത് ഉമ്മ വരാറുമ്പോൾ നമുക്ക് ഇവിടെ വെക്കേഷൻ സമയത്തായതുകൊണ്ട് ഞങ്ങളും ഇവിടെ ഉണ്ടാവില്ല അല്ലേ? ഞാൻ ഉമ്മാനോട് പറഞ്ഞു കുടുംബ ഡിസംബറിൽ വരാൻ പറഞ്ഞു. 23-ാം തീയതി ആ സമയത്ത് 23-ാം തീയതി മുതൽ 10 ദിവസം ഞാനും ഇവിടെ ഉണ്ടാവില്ല. ഞങ്ങളും പുറത്ത് പോകും. നമുക്ക് സ്കൂളിൽ ലീവ് കിട്ടുന്ന സമയത്താണ് നമുക്ക് അതിനനുസരിച്ചിട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പം എന്തായാലും വരുന്നില്ല, ഞാൻ ഇനി അടുത്ത മാസം ലീവിന് വരാം, ഓലൊക്കെ പോയി കഴിഞ്ഞ് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇന്ന് വൈകുന്നേരത്ത് ഏകദേശം ഒരു 3 മണി ഉണ്ടാവും, ഒരു 3:30 ആ ടൈമിൽ ഫോൺ ചെയ്തിട്ട് നിങ്ങളെ കുടിയിലുണ്ടോ ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു. അപ്പോൾ ഓൾക്ക് ഡൗട്ട്, ഒരു സംശയത്തിലാണ് ഓല് വിളിച്ചിരുന്നത്. ചില ദിവസങ്ങളിൽ ഇപ്പോൾ ശനി ഞായറും അല്ലേ എവിടേക്കെങ്കിലൊക്കെ പോയാൽ പിന്നെ ഒഡീസ നിന്നിട്ട് ഞങ്ങൾക്ക് സ്പെൻഡ് ചെയ്തിട്ടൊക്കെ വരുള്ളൂ. അപ്പോൾ എന്തായാലും ഡൗട്ടിൽ ഒരു സർപ്രൈസ് ആയിട്ട് വരാനാണ് വിചാരിച്ചിരിക്കുന്നത്. പെട്ടെന്ന് സർപ്രൈസിന് വന്നിട്ട് നമ്മൾ ഇവിടെ അല്ലെങ്കിലോ അത്രയും ലോങ് ആയിട്ട് വരികയല്ലേ. അപ്പം ഇങ്ങനെ ലോങ് ആയിട്ട് വരുന്ന സമയത്തൊന്നും സർപ്രൈസ് നടക്കൂല അല്ലേ? ലോങ് ആയിട്ട് വരുമ്പോൾ വിളിച്ച് പറഞ്ഞിട്ട് വരല നടക്കുള്ളൂ. സർപ്രൈസ് ആകുമ്പോൾ ചിലപ്പോൾ ഒരു സർപ്രൈസ് ആയിട്ട് ഇത്രയും എത്ര മണിക്കൂർ, 4-5 മാക്സിമം ഒരു 5 മണിക്കൂർ ട്രാവൽ ചെയ്ത് വരുമ്പോൾ നമ്മളെ വീട്ടിൽ ആരുമില്ല പറഞ്ഞാൽ നമുക്കും കേൾക്കണം, നമുക്കും ഒരു ബുദ്ധിമുട്ടാണ്, വരുന്ന അവർക്കും ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ മാക്സിമം എന്തായാലും വിളിച്ചിട്ടാ വന്നിട്ട് ഞങ്ങൾ വരുന്നുണ്ട്, ഞങ്ങളിപ്പോൾ ഇറങ്ങിയിട്ടുള്ളവർ. അപ്പം ഞങ്ങൾക്ക് ഓലെ കണ്ട് ഞങ്ങൾക്ക് സർപ്രൈസ് ആയി. നമ്മളോട് പറയാതാണ് വരുന്നത്. എന്തെങ്കിലും കൂടി വിളിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾ വരുന്നില്ല ചോദിച്ചപ്പോൾ ഇല്ല, ഞാൻ എന്തായാലും കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പോയി വന്നിട്ട് വരാമെന്ന് പറഞ്ഞു. പെട്ടെന്ന് വൈകുന്നേരം വിളിച്ചിട്ട് ഞാൻ ഇന്ന് വരുന്നുണ്ട് പറഞ്ഞു. അപ്പോൾ വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഒന്നും ഉണ്ടാക്കൊന്നും വേണ്ട, ഞങ്ങൾ വരാൻ നേരം മുഴുവൻ 12 മണിയൊക്കെ ആവും, അപ്പോൾ ഒന്നും ഉണ്ടാക്കരുതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ ഉണ്ടാക്കിയിട്ടൊന്നുമില്ല. ഇപ്പോൾ ഓലിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. സാധനം എല്ലാവർക്കും ഭയങ്കര ഇൻട്രസ്റ്റും ആകാംക്ഷയൊക്കെയാണ്. ഇപ്പോൾ ഈ വീട്ടിൽ വന്നിട്ട് നമ്മൾ ഏകദേശം 8 മാസം 7ആയില്ലേ? ഈ മാസത്തോടുക്ക നമ്മൾ 7 മാസമായി. ഈ 7 മാസത്തിൻ്റെ ഇടയിൽ നടുവിൽ നൗഫൽ എല്ലാവർക്കും അറിയാലോ അന്ന് വന്ന് പോയിട്ടുണ്ടായിരുന്ന ശേഷം ഉമ്മ വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ സിനു കുറേ വന്നിട്ട് സിനു നമ്മൾ ആ വീട്ടിലിരിക്കുമ്പോൾ അവിടുന്ന് തിരിച്ചു പോകുമ്പോഴല്ലേ അലനപ്പള്ള ഉണ്ടായത്. ശരിക്കും പറഞ്ഞാൽ അന്ന് ആ ഒരു വീട്ടിലുണ്ടാവുമ്പോൾ അവിടുന്ന് പോയി പിറ്റേ ദിവസമാണ് അവൾക്ക് അലന വിശേഷം. അത് കഴിഞ്ഞിട്ട് പിന്നെ സിനു വന്നിട്ടില്ല. പലക്ക് ഏകദേശം 3 വയസ്സ് രണ്ടായി. പിന്നെ ഐബക്ക് പിന്നെ ഫസ്റ്റ് ആണ് തമിഴ്നാട്ടിക്ക് കാലുകുത്തുന്നത്. അല വരുമ്പോഴാണ് അലക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് എടുക്കുമ്പോഴെ. എന്താ വെച്ചാൽ ഇവിടെ മീന് ഇതൊക്കെ ഇവിടെ ഉണ്ടാവോ? നമ്മളിവിടെ ഒരു സാധനം ഉണ്ടാവൂല. അതാ നമ്മളിവിടെ നമ്മുടെ മക്കൾസൊക്കെ വലുതായത് അതുകൊണ്ട് അതാത് വെച്ച സ്ഥാനത്ത് അവിടെ എന്നാലും സംസാരത്തിന് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ഇവർക്ക്. സാനാക്കും മിയാസിന് സൈക്കിൾ ഓട്ടാൻ അറിയുമല്ലോ. അപ്പൊ നാളെ രാവിലെ അല എണീറ്റാല് റൗണ്ട് അടിക്കത്ര സൈക്കിളില് പള്ളി കൂടെ പറഞ്ഞ് സന ആകാംക്ഷയിലൂടെ ഇരിക്കണ്. അതും ഇല്ലാണ്ട് വേറൊരു ഇൻട്രസ്റ്റ്. ഞാനും ഓളും മമ്മി കടക്കുന്ന സ്ഥലം വരെ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട് ഇവിടെ ഭയങ്കര. അതും എന്തായാലും ശനി ഞായർ ആയതുകൊണ്ട് ഇവർ രണ്ടുപേർക്കും സ്കൂളിൽ ലീവാണ്. മൺഡേയിൽ ഇരുന്ന് എക്സാം ആണ്. നമുക്ക് 15 to 23 വരെക്കും സ്കൂളിൽ എക്സാം ആണ്. നമ്മൾ എന്തായാലും ഈ വെക്കേഷൻ എന്തായാലും നമ്മൾ നാട്ടിൽ പോകില്ല. എന്നുവെച്ചാൽ നമുക്ക് ജനുവരിയിൽ പൊങ്കൽക്ക് ലീവ് ഉണ്ടല്ലോ അല്ലേ? പൊങ്കൽക്ക് 3 ദിവസം 4 ദിവസം 4 ദിവസം വരുന്നുണ്ട്. 4 ദിവസം ലീവ് ഉണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും അങ്ങോട്ട് പോവാം. ഇപ്പൊ നമ്മള്
എവിടെ ട്രാവൽ ഉണ്ട് പണ്ടുണ്ടായിരുന്നു. അത് എവിടേക്കാണെങ്കിൽ നമ്മൾ വഴിയ വീഡിയോ നമ്മളെ വീഡിയോയിൽ ഉണ്ടാവും. അപ്പൊ എന്തായാലും നമ്മൾ ഭയങ്കര ഹാപ്പിയിലാണ് നമ്മൾ കാത്തിരിക്കുകയാണ്. ഫസ്റ്റ് വരും മീന്, അടുത്തത് കിച്ചൺ പോവും, ഫ്രിഡ്ജ് നോണ്ടിട്ട് വരും, കിച്ചണക്കല്ലേ അതേമാതിരി ഷെൽഫിന്റെ ഉള്ളിലെല്ലാം കയറിയിരിക്കും. ഇതെല്ലാം പാത്തിക്കോங்க സനാ, എല്ലാം പാത്ത് വെച്ചോ ഏതേത് എങ്ക இருக்குதுன்னு. ഇവിടുന്ന് തിരിച്ചു പോകുമ്പോ അതെല്ലാം എങ്ക ഇருக்கு നോക്കിക്കോ. വന്ന ഉടനെ സന പറഞ്ഞ വന്നവർക്ക് മീനായിരിക്കും. മീനോടല്ലോ അത് എന്താ നമ്മളെ ശരിക്കും പറഞ്ഞാൽ മറന്നോക്കണോ ഇല്ല. എന്നെ മറക്കാൻ ചാൻസ് ഇല്ല. ഇടയ്ക്കൊക്കെ വീഡിയോ കോൾ ചെയ്ത് അതിൻ്റെ അടുത്ത് സംസാരിക്കണതും കൊണ്ട് അറിയണ്ട. പക്ഷെ നമുക്ക് എന്നെ വല്ലാണ്ട് പരിചയം ഉണ്ടാവൂല. നമ്മൾ അധികം പോയി നിൽക്കലൊന്നുമില്ല. നമുക്ക് നമ്മൾ സ്കൂളതായിട്ട് നമ്മൾ നിൽക്കില്ല. പക്ഷെ ചക്കറിന് നല്ല പരിചയം. ചക്കറിന് പിന്നാലെ ചക്ക വന്നിട്ട് നടക്കും. പക്ഷെ എന്നെ അറിയത്തില്ല. സനാന്ന് അറിയില്ലേ? സനാനെ നല്ല അറിയും. പക്ഷെ മിയാസിന് ഇഷ്ടമല്ല. മിയാസിന് എന്താ ഇഷ്ടമല്ലാത്തെന്ന് അറിയും. മിയാസ് ഇങ്ങനെ പിടിക്കണേ, ഇങ്ങനെ ഇറുക്കി പിടിക്കുമ്പോ കുട്ടികൾക്ക് ഒരു ഇതല്ലേ. മിയാസേ ഐബക്ക് വരുന്നുണ്ടടാ. ഐബക്ക് ആര് കൂടെ അല്ല നൈബക്ക് നമ്മളെപ്പോ പ്രസവിച്ച് പോയപ്പോ അത് നല്ല കോമഡിയാണ്. അല്ല നൈബക്ക് പറഞ്ഞ എന്താ പയ്യൻ പേര് തന്നെ. അപ്പൊ എന്തായാലും ഞങ്ങളും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. എന്തായാലും നമ്മൾ ഫുഡ് ഉണ്ടാകുന്നപ്പോ ഞങ്ങൾ വരും. ഈ നേരത്ത് വന്നിട്ട് ഫുഡ് കൊടുത്തിട്ടാണെന്നും ആരും പറയരുത്. വിളിച്ച് പറഞ്ഞതാണ്. ഞങ്ങൾ നേരം വഴുകിട്ടാ വരുള്ളൂ. പിന്നെ കുട്ടികളുണ്ടായില്ലേ, കുട്ടികളുണ്ടാകുമ്പോ അവിടെ എവിടെയൊക്കെ നിർത്തി അങ്ങനെയൊക്കെ പതുക്കെ വരാൻ പറ്റുള്ളൂ. അപ്പോൾ ഇപ്രാവശ്യം നമ്മുടെ വീട് എന്തായാലും ആ വീട്ടിലാണ് നമുക്ക് കുറച്ച് സ്പേസിന്റെ ഒക്കെ ഒരു ഇതുണ്ടായിരുന്നുള്ളൂ. ഈ വീട് എല്ലാവർക്കും എത്ര പേരുണ്ടെങ്കിലും ഈ വീട്ടില് ജോളിയായിട്ട് ഇരിക്കുക. വന്നാലും ഞാൻ ആദ്യത്തെ മാതിരി വന്നാലും സ്ഥലത്തിന്റെ പരിമിതി ആയതുകൊണ്ട് പെട്ടെന്ന് പോകണമെന്നുള്ള ഒരു ഇതൊന്നും ഇനി വേണ്ട. എല്ലാ സൗകര്യങ്ങളും സെറ്റാണ്. വാടക വീടാണെങ്കിലും സ്വന്തം വീട് പോലെ എല്ലാം ഉണ്ട്. എനിക്ക് ഭയങ്കര ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കര സന്തോഷമുണ്ട്. കാരണം വീട് കൂടി വന്നിട്ട് ഞാൻ കുറെ ഉമ്മാനെ വിളിക്കാൻ ലാസ്റ്റ് എന്താ ഞാൻ പറഞ്ഞറിയോ, ഉമ്മാട് പറഞ്ഞു നിങ്ങൾ ഇനി ഇങ്ങോട്ട് വന്നാലാണ് ഞാൻ ഇനി അങ്ങോട്ട് വരുള്ളൂ പറഞ്ഞു. കാരണം ഇങ്ങോട്ട് വന്നിട്ട് കുറേ ലാസ്റ്റ് എന്താ വന്നു വെച്ചാല് ലാസ്റ്റ് ഉപ്പ ഉണ്ടാവുമ്പോ നമ്മളെ സനാന്റെ ഫംഗ്ഷൻ ഒന്നും ഉണ്ടായിരുന്നു നമ്മൾ ആ വീട്ടിലുണ്ടാവുമ്പോ. ഇപ്പൊ ഉപ്പ മരിച്ചിട്ട് ഇപ്പൊ ഒരു കൊല്ലമായോ, ഒരു കൊല്ലം ഒന്നര വർഷം അല്ലെ, 1.5 വർഷം മാക്സിമം. ആ 1.5 വർഷത്തില് ഇതുവരെക്കും വന്നിട്ടുണ്ടായിരുന്നില്ല. ഓള് അവിടുന്ന് ചിത്തപ്പാന്റെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് എടുത്തു കൊടുക്കണം. ഓള് അതിലാണ് കടന്നുറങ്ങുക. അതിനാണ് കുടിയിൽ ഒരു ബെഡ്ഷീറ്റ് എടുത്തിട്ട് വന്നതാണ്. അപ്പൊ അത് ഉമ്മ എടുത്തിട്ട് വെക്കുക. അപ്പൊ അത് എടുത്തോണ്ട് സനാവും പതക്കും, സനാന്റെ അപ്പയും പതക്കും. നിങ്ങള് പതക്കൂല. പക്ഷെ അത് നല്ല മെതുന്നുണ്ട്. കൂടെ ചിത്തപ്പാർക്കപ്പോ ഒരുവേള എല്ലാരും വരുന്നത് കൂടെ വരുന്ന പറഞ്ഞപ്പോ ചിത്തപ്പാവും വരുന്നുണ്ടാവുന്ന കാണാനില്ലേ? சித்தப்பா பெட்ஷீட்ல இருக்கும். பெட்ஷீட்குள்ள பெட்ஷீட் இந்த ரூம்ல இருக்குடா. பெட்ஷீட் இந்த ரூம்ல இருக்கா? അപ്പൊ ചിത്തപ്പാന്റെ ഓർമ്മക്ക് അവിടെ പുതപ്പൊക്കെ എടുത്തായിരുന്നു. അപ്പൊ എന്തായാലും നമ്മള് ഭയങ്കര ആകാംക്ഷ. പക്ഷെ അവിടെ ഇനിയിപ്പോ ഇത്ര ദിവസം കഴിഞ്ഞിട്ട് വരുമ്പോ നമുക്കൊരു ഇതുണ്ടാവും, എന്ത് കൊടുക്കൂ എന്തുണ്ടാക്കും ആ ഒരു ഇതുണ്ട്. അപ്പൊ എന്തായാലും ഉണ്ടാക്കാന്ന് വിചാരിക്കും. പോലെ തന്നെ വിളിച്ചു പറഞ്ഞു വേണ്ട, ഞങ്ങള് 12 മണിയാവും, ചിലപ്പോ 12:30 ആവും പറഞ്ഞിട്ടുണ്ട്. കുട്ടി നമ്മള് ഈ കാറിൽ വരുമ്പോ നമ്മള് 4 പേര് തനിയാ വരികയാണെങ്കിൽ അത് വേറെ. ഈ കുട്ടികളെയും മക്കളെ കൊണ്ട് വരുമ്പോ അവിടെ നിർത്തി ഒരു ചായ ചോറ് വെള്ളം എന്ന് പറഞ്ഞ മാതിരി അങ്ങനെ സാധനങ്ങളൊക്കെ വേണ്ടി വരുമ്പോഴത്തേനും എന്തായാലും ഇത് അർജന്റൊന്നുമില്ല. സാവധാനത്തോടെ എന്തായാലും ഒഴുക്ക് വേണ്ട ജ്യൂസ് ഇതൊക്കെ നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഈ രാത്രി വരുമ്പോ അതേ നമുക്ക് പറ്റുള്ളൂ. അപ്പൊ എന്തായാലും നമുക്ക് അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം അല്ലെ. അലക്കുള്ളതാണിത്. അലക്ക് സർപ്രൈസ് ഒരു ഡപ്പ മഞ്ച്, അലക്കൊരു ഡപ്പ മഞ്ച്. അപ്പോൾ അങ്ങനെ നമ്മളെ തമിഴ്നാട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഓലങ്ങനെ വണ്ടി തിരിച്ച് ഇതേമാതിരി പാർക്ക് ചെയ്യണമല്ലോ, അതേമാതിരി വണ്ടി ഇതാക്കാൻ വേണ്ടിയിട്ട് അവിടെ മിയാസും 2 പേരും കൂടി താഴത്ത് പോയി ഗേറ്റൊക്കെ തുറന്നു കൊടുക്കണം. അപ്പോൾ വണ്ടി തിരിച്ചിട്ട്
വരുന്നുണ്ട്. അലേഹോ ഉറങ്ങിയിട്ടില്ല ഉണ്ട് അല്ലേ? അലേഹോ ഉറങ്ങിയിട്ടില്ല തോന്നുന്നുണ്ട്. അപ്പോൾ ഇതാ വരുന്നു. അപ്പം അങ്ങനെ നമ്മളെ വീട്ടിലേക്ക് വരുന്നുണ്ട്. അപ്പം ഉമ്മയും അലേഹിയും അവിടെ വെക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും വന്നു. നല്ല ഹാപ്പി അല്ലേ? ഹാപ്പി. അലക്ക് ചെറുതായിട്ടൊരു കരച്ചിലുണ്ടായിരുന്നില്ലേ? അവള് വന്നിട്ട് ഇങ്ങനെ നോക്കും അവള്. അപ്പം പിന്നെ ഞങ്ങളാണെന്ന് മനസ്സിലായപ്പോൾ അവളെ എന്താണ് പഴയ സ്വരൂപം പുറത്ത് ചാടി. ഇപ്പോൾ ഞാൻ തേരാ പാരാ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അൺടൈമായി നമ്മളൊക്കെ കടന്നുറങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഐബക്കിനെ എന്തായാലും തൊട്ടിയിലാക്കി. ഐബക്കിനെ തൊട്ടികെട്ടാൻ കറക്റ്റായി ജനലിൻ്റെ കമ്പി. അപ്പോൾ ഐബക്കാളെ കടന്നുറങ്ങുന്നുണ്ട്. എല്ലാവരും ഓരോരുത്തരുടെ സെക്ഷനിൽ കടന്നുറങ്ങാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നാളെ ബാക്കിയുള്ള വിശേഷങ്ങളും മറ്റേ വീടിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ നാളത്തെ വീഡിയോ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം. വീഡിയോ ഇഷ്ടമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നാളെ നെക്സ്റ്റ് വീഡിയോ കാണാൻ എല്ലാവർക്കും ബൈ. അസ്സലാമു അലൈക്കും.